ഹായ്. നമ്മുടെ ഇന്നത്തെ സെഷനിൽ വന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ടങ്ങാണ്. അപ്പോൾ ടങ് എന്ന് പറയുമ്പോൾ തൊട്ടുമ്പോൾ തന്നെ ഭയങ്കര ഫ്ലഷി ആയിട്ടുള്ള ഒരു മസ്കുലർ ഓർഗൻ ആണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ടങ്ങിനെ മൂവ് ചെയ്യിപ്പിക്കാം. മേലേക്ക് പൊക്കാം, താഴേക്കിടാം, പുറത്തേക്ക് ആക്കാം. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മസിൽസിനെ പറയുന്ന പേരാണ് വോളണ്ടറി മസിൽസ്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു സെഷനിൽ ഞാൻ പാർട്സും അബൌട്ട് ദ മസിൽസ് ആൻഡ് പാപ്പിലെ പോർഷനാണ് ജസ്റ്റ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ. പാർട്സിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കൂ. ഏറ്റവും ഇതാണിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനോടൊന്ന് തുറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ടങ്ങിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണല്ലേ. അപ്പോൾ ഈ ഒരു പോർഷനെ ഞാൻ എങ്ങനെയാണ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. ഏറ്റവും അറ്റം വരുന്നത് ടങ്ങിൻ്റെ ഏറ്റവും അറ്റം വരുന്ന പോർഷനാണ് നമ്മൾ ടിപ്പ് എന്ന് പറയുന്നത്. ഓവറോൾ എൻലാർജ് ചെയ്ത് കിടക്കുന്ന നമുക്ക് കാണുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള പോർഷനാണ് ബോഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് വരുന്ന പോർഷനാണ് റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് പോർഷൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടങ്ങിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ, ബാക്കി സ്ട്രക്ചേഴ്സുമായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടങ്ങ് താഴെ പോകത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന ഒരു പോർഷനാണ് റൂട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു പാർട്സിൽ വെച്ചിട്ട് ഇപ്പം ടിപ്പ് പറഞ്ഞു, ബോഡി പറഞ്ഞു, റൂട്ട് പറഞ്ഞു. ബോഡി പോർഷൻ തന്നെ കാണുന്ന പോർഷൻ തന്നെ നമുക്ക് മേൽഭാഗവും കാണാൻ പറ്റും, താഴ്ഭാഗവും കാണാൻ പറ്റും. വായ തുറന്നാൽ അപ്പോൾ കാണുന്ന പോർഷനാണ് മേൽഭാഗം. കുറച്ചൊന്ന് പൊക്കാൻ, നമ്മുടെ ഫ്രണ്ടിനോട് നാക്ക് പൊക്കാൻ പറയുമ്പോൾ നമ്മൾ കാണുന്ന പോർഷനാണ് നമ്മുടെ ഇൻഫീരിയർ സർഫസ് അല്ലെങ്കിൽ വെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്പർ സർഫസ് അല്ലെങ്കിൽ ഡോർസൽ സർഫസിനെ എഗെയിൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ക്ലിനിക്കലി വിസിബിൾ ആയിട്ടുള്ള ഏറ്റവും മേജർ പോർഷനാണ് ഓറൽ പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻറ്റീരിയർ 2/3. അത് കഴിഞ്ഞിട്ട് ഓറോഫെറിങ്സിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ഫെറിൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് ഓറോഫെറിങ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഫെറിൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അതിനെ നമുക്ക് പോസ്റ്റീരിയർ 1/3 എന്ന് പറയാം. ഏറ്റവും അറ്റത്തേക്കുള്ള പോർഷനാണ് ദ പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞു മേജറായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ആൻറ്റീരിയർ 2/3 ആണ്. അതിൽ മൊത്തം കാണുന്ന ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ പാപ്പിലെ എന്ന് പറയുന്നത്. ഇതിന് പിന്നിലായിട്ട് കാണുന്നതാണ് നമ്മുടെ പോസ്റ്റീരിയർ 1/3. ഈ പോസ്റ്റീരിയർ 1/3 പോർഷനിൽ നിറയെ ടോൺസിലർ അല്ലെങ്കിൽ ലിംഫോയിഡ് ഫോളിക്കിൾസ് ആണ്. നമ്മുടെ പാലറ്റൈൻ ടോൺസിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ്. ഇതിനും പിന്നിൽ പോയാലാണ് നമ്മുടെ പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ട് വരുന്നത്. പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താ? അത് എപ്പിഗ്ലോട്ടിസുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഈ എപ്പിഗ്ലോട്ടിസുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷനെ പറയുന്നത് എന്താണ്? ഗ്ലോസോ എപ്പിഗ്ലോട്ടിക് ഫോൾഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ സെൻട്രലിൽ കാണുന്ന ഫോൾഡാണ് മീഡിയൻ ഗ്ലോസോ എപ്പിഗ്ലോട്ടിക് ഫോൾഡ്. സൈഡ് വൈസ് കാണുന്നതാണ് ലാറ്ററൽ ഗ്ലോസോ എപ്പിഗ്ലോട്ടിക് ഫോൾഡ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മീഡിയനും അതുപോലെ ലാറ്ററലും ആയിട്ടുള്ള പോർഷനിൽ ഒരു ചെറിയ ഡിപ്രഷൻ കാണാം അല്ലേ. അതിന് പറയുന്ന പേരാണ് നമ്മുടെ വെലേക്കുല എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് പിന്നെ നമ്മളൊരു കുഴി പോലത്തെ ഒരു സ്ട്രക്ചർ അവിടെ കാണുന്നുണ്ട്, ഒരു കൊമ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ. അതിന് പറയുന്ന പേരാണ് ദ പൈറിഫോം ഫോസ. പൈറിഫോം ഫോസവിൻ്റെ റെലവൻസ് എന്താണ്? നമ്മൾ സ്മഗ്ലേഴ്സൊക്കെ ഒരുപാട് ലഹരിക്കടത്തും മറ്റ് പല ന്യൂസ് പേപ്പറിൽ ഫുള്ള് അങ്ങനത്തെ ഇഷ്യൂസാണല്ലേ, സ്വർണ്ണക്കടത്ത് പോലുള്ള ഇഷ്യൂസാണ്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ കടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ പൈറിഫോം ഫോസ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറും നമ്മുടെ ഈ ലാറ്ററൽ ഗ്ലോസോ എപ്പിഗ്ലോട്ടിക് ഫോൾഡിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നുണ്ടെന്ന് ഓർക്കുക. ഇനി നമ്മുടെ ഈ ഓറൽ പാർട്ട് അല്ലെങ്കിൽ പാപ്പിലറി പാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഓറൽ പാർട്ടിനെയും അതുപോലെ പോസ്റ്റീരിയർ 1/3നെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിൻ്റെ കാര്യം കൂടി പറയാം. ഇവിടെ ഈ സർക്കുലർ സ്ട്രക്ചർ കാണാൻ പറ്റും അല്ലേ, ഈ ഒരു ചെറിയൊരു സ്ട്രക്ചർ. ഇതിനെ പറയുന്ന പേരാണ് ദ സർക്കംവലേറ്റ് പാപ്പിലെ. ഓറൽ പാർട്ടിൽ കാണുന്ന മെയിനായിട്ടുള്ള പാപ്പിലേസിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാപ്പിലെയാണ് സർക്കംവാലേറ്റ് പാപ്പിലെ. ഈ സർക്കംവാലേറ്റ് പാപ്പിലെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിപ്രഷൻ കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് ദ സെൽക്കസ് ടെർമിനാലിസ് എന്ന് പറയുന്നത്. ഒരു കുഴി പോലുള്ള ഏരിയ. അതാണ് നമ്മുടെ ഈ ഓറൽ പാർട്ടിനെയും ഫെറിൻഷ്യൽ പാർട്ടിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ പേഷ്യൻറ്റിനോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനോട് നമ്മളൊന്ന് നാക്ക് പൊക്കി നോക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന പോർഷനാണ് ദ വെൻട്രൽ സർഫസ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇൻഫീരിയർ സർഫസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സെൻട്രലി ഒരു ഫോൾഡ് കാണാൻ പറ്റും. ആ ഫോൾഡിനെ പറയുന്ന പേരാണ് ഫ്രെനുലം ലിങ്ക്വേ എന്ന് പറയുന്നത്. ഫ്രെനുലം ലിങ്ക്വേ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് വൈസ് ഇപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ബ്ലൂ കളേർഡ് ആയിട്ട് ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. അതിനെയാണ് നമ്മുടെ ഈ ഒരു ബ്ലൂ കളേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ദ ലിംഗ്വൽ വെയിൻ എന്ന് പറയുന്നത്. ലിംഗ്വൽ വെയിൻ നമ്മുടെ ടങ്ങിൻ്റെ സപ്ലൈസിൽ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീനസ് സപ്ലൈയിൽ വരുന്ന കണ്ടൻറ്റാണ് ദ ഡീപ്പ് ലിംഗ്വൽ വെയിൻ അല്ലെങ്കിൽ ലിംഗ്വൽ വെയിൻ ആസ് സച്ച്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് വേറിട്ട് ഒരു ഫോൾഡ് കാണുന്നുണ്ട്. ആ ഒരു ലാറ്ററൽ ഫോൾഡിനെ പറയുന്ന പേരാണ് ദ പ്ലൈക്ക ഫിംബ്രിയേറ്റ. ഈ പ്ലൈക്ക ഫിംബ്രിയേറ്റ പോലുള്ള ഫോൾഡ്സും അതുപോലെ നമ്മുടെ ലിംഗ്വൽ വെയിനും ഒക്കെയാണ് മെയിനായിട്ട് ഇൻഫീരിയർ സർഫസ് അല്ലെങ്കിൽ വെൻട്രൽ സർഫസിലെ കണ്ടൻസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്
എന്താണ് നേരത്തെ പറഞ്ഞുള്ള പാപ്പിലേസിനെ പറ്റി പറഞ്ഞു അല്ലേ? ഓറൽ പാർട്ടിൽ നിറച്ചും പാപ്പിലേസാണ്. അപ്പോൾ ഹിസ്റ്റോളജി പറയുകയാണെങ്കിലും ഓറൽ പാർട്ടിൽ മെയിൻലി പാപ്പില്ലയാണ്. ഫാരൻജിയൽ പാർട്ടിലേക്ക് വരുമ്പോൾ ലിംഫോയിഡ് ഫോളിക്കിൾസ് ആയി. അതേസമയം ഇൻഫീരിയർ സർഫസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഫീരിയർ സർഫസിലുള്ള മറ്റൊരു കണ്ടന്റാണ് മ്യൂക്കസ് ആൻഡ് സീറസ് ഗ്ലാൻഡ്സ്. അപ്പോൾ ഹിസ്റ്റോളജിക്കലി ഇവരൊക്കെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാപ്പിലേസിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയാലോ. സർക്കംവാലേറ്റ് പാപ്പിലി, ഫഞ്ചിഫോം, ഫിലിഫോം ആൻഡ് ഫോളിയേറ്റ് ആണ് വരുന്നത്. ജസ്റ്റ് ഒരു കോഡ് പോലെ CFFF എന്ന് പറയാം. ഓക്കെ, ഒരു സിയും 3 എഫും. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? സർക്കംവാലേറ്റ് പാപ്പിലിൻ്റെ ലൊക്കേഷൻ ഏകദേശം നമ്മൾ പറഞ്ഞു സൽക്കസ് ടെർമിനാലിസിൻ്റെ മുന്നിലായിട്ടാണ്. ഫഞ്ചിഫോം വന്നിട്ട് യു ഷേപ്പാണ്. യു ആയിട്ട് ഓർക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ മാർജിൻസിലും ഒക്കെ ആയിട്ടാണ് കാണുന്നത്, ടിപ്പിലൊക്കെ ആയിട്ടാണ്. യു ആലോചിച്ചാൽ മതി ഫഞ്ചിഫോമിൻ്റെ. അതേസമയം ഫിലിഫോം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. ആൻഡ് സൈഡ് വൈസിൽ കാണുന്നത് ആണ് ഫോളിയേറ്റ് പാപ്പില. ഇതാണ് ജസ്റ്റ് പാപ്പിലേൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെഷനായിട്ടുള്ള മസിൽസ്, നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മസിൽസിന് അങ്ങോട്ട് മൂവ് ചെയ്യുക ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ആ മസിൽസിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. മസ്കുലർ ഗ്രൂപ്പിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻട്രിൻസിക് മസിൽസും ഉണ്ട്, എക്സ്ട്രിൻസിക് മസിൽസും ഉണ്ട്. ആ പേര് പറയുന്ന പോലെ ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻട്രോവേർട്ട് ഗ്രൂപ്പിനെ ആലോചിക്കാം. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കാം. എനിവേ 4 ഇൻട്രിൻസിക് മസിൽസും 4 എക്സ്ട്രിൻസിക് മസിൽസുമാണ് ഉള്ളത്. അപ്പോൾ ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ ഇൻട്രോവേർട്ട് ആയ ആൾക്കാരെ പറ്റി ആലോചിക്കാൻ പറഞ്ഞു അല്ലേ. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങനെ എല്ലാത്തിനും പുറത്തേക്കൊന്നും ഇറങ്ങാത്ത, അങ്ങനെ ഒരു കോൺവെർസേഷൻ ഒന്നും ഇനീഷ്യേറ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ ഇടയിൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അങ്ങോട്ട് പോയി വിസിറ്റ് ചെയ്യുകയൊക്കെയാണല്ലേ ചെയ്യുക. അപ്പം നമ്മുടെ കോഡും ഇൻട്രിൻസിക് മസിൽസിൻ്റെ കോഡും അത് തന്നെയാണ്, വിസിറ്റ് എന്നാണ്. 5 അക്ഷരമുണ്ട്, പക്ഷേ ഒരു ഐ വന്നിട്ട് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ബാക്കിയുള്ള ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പേര് പറയാം. V for verticalis, I inferior longitudinal, S superior longitudinal and T transverse ആണ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് മസിൽസിൻ്റെ പേരുകൾ. അതേസമയം എക്സ്ട്രിൻസിക്കിന് നമുക്കൊരു കോഡ് ഉണ്ടാക്കിയില്ല. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ട്രോവേർട്ടായ ആൾക്കാർ, എല്ലാ റിലേഷൻസും എല്ലാ അറ്റാച്ച്മെൻറ്റ്സും ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ. അതേപോലെ തന്നെ എക്സ്ട്രിൻസിക് മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടങ്ങിനെ മറ്റ് സ്ട്രക്ചേഴ്സുമായിട്ട്, മറ്റ് സൈഡിലുള്ള കോണ്ടൻസ് ഓർഗൻസൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആൾക്കാരെയാണ് എക്സ്ട്രിൻസിക് ഗ്രൂപ്പ് ഓഫ് മസിൽസ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കോഡ് നോക്കൂ. ജസ്റ്റ് ജെൻസെറ്റ്, ഹൈഫൈ, സ്റ്റൈൽ ആൻഡ് പാല. ജെൻസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജനറേഷൻ ഓഫ് ഗ്രൂപ്പ് അല്ലേ, ഭയങ്കര ഹൈഫൈ ടൈപ്പ് ആണല്ലേ നമ്മൾ. അതുപോലെ തന്നെ വളരെ സ്റ്റൈലിഷാണ്. പാല എന്ന് പറയുന്നത് ബേസിക്കലി പാലക്കാടോ അല്ലെങ്കിൽ പാലയോ ഏറ്റവും ആലോചിച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ ജെൻസെറ്റ് എന്ന് പറയുമ്പോൾ ജെൻ എന്ന് പറയുന്നത് ജീനിയോ, ഗ്ലോസസ് എന്ന് പറയുന്നത് ടങ്ങിൻ്റെ ഇനിയൊരു പേര്, ടങ്ങിനെ നോട്ട് ചെയ്യുന്നത് നമ്മൾ ഗ്ലോസസ് എന്ന് പറയുന്ന ഒരു പേരിലാണ്. അപ്പോൾ ജെൻസെറ്റ് ഫോർ ജീനിയോ ഗ്ലോസസ്, ഹൈഫൈ എന്ന് പറഞ്ഞാൽ ഹൈ എന്നുള്ളത് ഹയോ ഗ്ലോസസ് ആയി, സ്റ്റൈൽ സ്റ്റൈലോ ഗ്ലോസസ് ആൻഡ് പാല ഫോർ പാലറ്റോഗ്ലോസിസ്. ഇനി ഇതിൻ്റെ ഓരോന്നിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ എക്സ്ട്രിൻസിക് ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി റിലേഷൻസ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇൻട്രിൻസിക് മസിൽസിൻ്റെ ജസ്റ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുമായിട്ട് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ടങ്ക് എന്നുണ്ടെങ്കിൽ നമ്മുടെ വേർട്ടിക്കൽ ഗ്രൂപ്പ് ഓഫ്, ഞാൻ സൈഡ് വൈസ് ആയിട്ട് വരയ്ക്കുകയാണ്. വേർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മേലെ നിന്ന് താഴേക്ക് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കോഡ് വെച്ചിട്ട് പറയുകയാണെ. വിസിറ്റാണ് നമ്മുടെ കോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ മേലേക്ക് താഴേക്കായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് വേർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നതാണ്, ടങ്ങിനെ മൂവ് ചെയ്യിപ്പിക്കുന്നതാണ് എൻ്റെ ഫംഗ്ഷൻ. ഓട്ടോമാറ്റിക്കലി ടങ്ങിന് എന്ത് സംഭവിക്കും, ടങ്ങ് കുറച്ചും കൂടി ബ്രോഡ് ആവും, ഫ്ലാറ്റ് ആവും. അതാണ് നമ്മുടെ വേർട്ടിക്കാലിസിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഇനി അടുത്തത് ഞാൻ ട്രാൻസ്വേഴ്സിൻ്റെ ഫംഗ്ഷൻ പറയാം. കാരണം ട്രാൻസ്വേഴ്സ് മസിൽസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന മസിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, കുറച്ചും കൂടി ടങ്ങിനെ നീട്ടി വലിക്കുക എന്നുള്ളത്, ഇലോങ്ങേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഫംഗ്ഷനായിട്ട് വരിക. ഇനി സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ പറയുമ്പോൾ നമുക്ക് എളുപ്പപ്പണിക്ക് ഇങ്ങനെ ആലോചിക്കാം. സുപ്പീരിയർ സർഫസ് ഓഫ് ദ ടങ് എന്താ, ഡോർസൽ സർഫസിനെ കുഴിയാക്കുക, കോൺകേവ് ആക്കുക എന്നുള്ളതാണ് സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡിനലിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ്, അതായത് ഡോർസൽ സർഫസിനെ കോൺവെക്സ് ആക്കുക എന്ന് ആലോചിച്ചാൽ മതി. ഇതാണ് ജസ്റ്റ് ഇൻട്രിൻസിക് മസിൽസിൻ്റെ ഫംഗ്ഷൻസ് വരുന്നത്. ഇനി നമ്മൾ എക്സ്ട്രിൻസിക് മസിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഓരോന്നായിട്ട് കണക്ഷൻസ്, അറ്റാച്ച്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ഫംഗ്ഷൻസും ഞാൻ എളുപ്പം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനൊരു ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ടങ്ങിനെ മാർക്ക് ചെയ്യുക. ടങ്ങിനെ ഞാൻ ഗ്ലോസസ് എന്നാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ടങ്ങിൻ്റെ ഓരോ പോർഷനിലുള്ള ആൾക്കാരെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക കേട്ടോ. ടങ്ങിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്ന ആളാണ് മാൻഡിബിൾ. മാൻഡിബിളിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അതിനെയാണ് ജീനിയൽ ട്യൂബർക്കിൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് താഴെ വരുന്ന സ്ട്രക്ചറാണ് നമ്മുടെ ഹയോയിഡ് ബോൺ. ഹയോയിഡ് ബോൺ ഇതിന് മേലെ, ടങ്ങിന് മേലെ കാണുന്ന സ്ട്രക്ചർ എന്താണ്, നമ്മുടെ പാലറ്റ്. ടങ്ങിന് കുറച്ചും കൂടി പിന്നിലായിട്ട് കാണുന്നതാണ് കൂർത്ത ഒരു സ്ട്രക്ചറാണ് നമ്മുടെ സ്റ്റൈലോയിഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ റിലേഷൻസ് ടങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും ഓരോ മസിൽസും. അപ്പോൾ നമുക്ക് ഓരോ മസിൽസായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാം അല്ലേ. മേലത്തെ പാലറ്റിനെ ഗ്ലോസസുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരായിരിക്കും? പാലറ്റോ ഗ്ലോസസ് ആണ്. അപ്പം മേലെയാണ് പാലറ്റ് ഉള്ളത്. ഓട്ടോമാറ്റിക്കലി പാലറ്റോ ഗ്ലോസസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഗ്ലോസസ് അല്ലെങ്കിൽ ടങ്ങിനെ മുകളിലേക്ക് പൊക്കുക, മേലേക്ക് പൊക്കുക. അങ്ങനെ തന്നെയാണ്. എവിടെയാണോ സ്ട്രക്ചർ വരുന്നത് അതിലേക്ക് ഡയറക്ഷനിലേക്ക് ടങ്ങിനെ മൂവ് ചെയ്യിപ്പിക്കുക എന്ന് ആലോചിക്കുക. താഴെ ആരാണുള്ളത്? ഹയോയിഡ് ബോണാണ്. അപ്പോൾ ഹയോയിഡും ഗ്ലോസസും തമ്മിലുള്ളത് ആരാണ്? ഹയോഗ്ലോസസ് ആയി. ഓട്ടോമാറ്റിക്കലി ടങ്ങിനെ താഴേക്ക് ആക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്താ വരുന്നത്? അടുത്തൊരു മസിൽ ഏതാ വരുന്നത്? ജീനിയൽ ട്യൂബർക്കിളിൽ നിന്ന് ഗ്ലോസസിനെ കണക്ട് ചെയ്യുന്നൊരു മസിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ജീനിയോ ഗ്ലോസസ് ആയി. ലാസ്റ്റിലുള്ളൊരു മസിലാണ് നമ്മുടെ സ്റ്റൈലോയിഡ് പ്രോസസ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഗ്ലോസസിലേക്ക് പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് സ്റ്റൈലോ ഗ്ലോസസ് എന്ന് പറയുന്നത്. അപ്പം എങ്ങോട്ടാണോ ഡയറക്ഷൻ അതിനനുസരിച്ചാണ് ടങ്ങിനെ മൂവ് ചെയ്യിക്കുന്നത്. പാലറ്റിനെ പറഞ്ഞു പാലറ്റോ ഗ്ലോസസ് മേലേക്ക് പോകുന്നു. ഹയോയിഡ് ബോൺ താഴെയാണ്. അപ്പോൾ ഹയോഗ്ലോസസിൻ്റെ ഫംഗ്ഷൻ ടങ്ങിനെ താഴേക്ക് ആക്കുക എന്നുള്ളതാണ്. മാൻഡിബിൾ ഫ്രണ്ടിലാണ്, ഓബിയസ്ലി ജീനിയൽ ട്യൂബർക്കിൾ ഫ്രണ്ടിലാണ്. അപ്പോൾ ടങ്ങിനെ ഫ്രണ്ടിലേക്ക് പ്രൊട്രൂഡ് ചെയ്യുക, ഫ്രണ്ടിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. സ്റ്റൈലോയിഡ് പ്രോസസ്സ് വന്നിട്ട് ബാക്കിലാണ്. അപ്പോൾ സ്റ്റൈലോ ഗ്ലോസസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടങ്ങിനെ ബാക്കോട്ടേക്ക് ആക്കുക, മൂവ് ഇറ്റ് ബാക്ക്വേർഡ് എന്നുള്ളതാണ്. റിട്രൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ വരുന്നത്. ഇതാണ് ഓവറോൾ ഒറിജിൻ ഇൻസേർഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോർഷനാണ്. പേര് പറഞ്ഞ പോലെ എളുപ്പമാണ്. അതായത് പാലറ്റോ ഗ്ലോസസ് ഓട്ടോമാറ്റിക്കലി ഒറിജിൻ എവിടെ നിന്നാണ്? പാലറ്റ് നിന്നാണ്. അറ്റാച്ച് ചെയ്യുന്നത് ടങ്ങിലേക്കാണ്. ടങ്ങിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സൈഡ് ഓഫ് ദ ടങ്, ഒന്നും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് സൈഡ് ഓഫ് ദ ടങ് എന്ന് എഴുതാം അല്ലേ. അപ്പം പാലറ്റിന് ഗ്ലോസസിൻ്റെ ഒറിജിൻ എന്താണ്? ഓറൽ സർഫസ് ഓഫ് പാലറ്റ് ആൻഡ് എപ്പോന്യൂറസിസ് ആണ്. അറ്റാച്ച് ചെയ്യുന്നത് സൈഡ് ഓഫ് ദി ടങ് between the junction of oral and pharyngeal part. ഫംഗ്ഷൻ എന്താണ്? പുൾ അപ്പ്, മേലേക്ക് പൊക്കുക. അതല്ലാതെ പുൾ അപ്പ് ദ ടങ് അപ്രോക്സിമേറ്റ് പാലറ്റോ ഗ്ലോസൽ ആർച്ചൊക്കെ വരെ. ഇനി ഹയോഗ്ലോസസിൻ്റെ ഫംഗ്ഷൻ ആകുമ്പോൾ വീണ്ടും എവിടെയാണ് ഒറിജിൻ? ഹയോയിഡ് ബോൺ എന്നാണ്. ഹയോയിഡ് ബോണിൻ്റെ എവിടെ നിന്നാണ്? ഹോൾ ലെങ്ത് ഓഫ് ഗ്രേറ്റർ കോർണർ ആൻഡ് ലാറ്ററൽ പാർട്ട് ഓഫ് ദി ഹയോയിഡ് ബോൺ. അറ്റാച്ച്മെൻറ്റ് എങ്ങോട്ടാണ്? സൈഡ് ഓഫ് ദ ടങ് ആണ്. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണേ ഇൻ ബിറ്റ്വീൻ ദി ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂഡിനലും സ്റ്റൈലോഗ്ലോസസിൻ്റെ ഇടയ്ക്കാണ്. ഹയോയിഡ് ബോൺ താഴെയാണ്. ഓട്ടോമാറ്റിക്കലി മെയിൻ ഫംഗ്ഷൻ ഇസ് ഡിപ്രസിങ് ദ ടങ്. അതല്ലാണ്ട് റിട്രാക്ടിങ് ദ പ്രൊട്രൂഡഡ് ടങ്ങും മേക്കിംഗ് ദ ഡോർസും കോൺവെക്സും കൂടി വരുന്നുണ്ട്. ഇനി സ്റ്റൈലോഗ്ലോസസിലേക്ക് വരുമ്പോൾ സ്റ്റൈലോയിഡ് പ്രോസസ് എന്നാണല്ലേ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ ടിപ്പ് ആൻഡ് പാർട്ട് ഓഫ് ദി ആൻറ്റീരിയർ സർഫസ് ഓഫ് ദി സ്റ്റൈലോയിഡ് പ്രോസസ്സിന് സ്റ്റാർട്ട് ചെയ്ത് അഗെയിൻ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തത് സൈഡ് ഓഫ് ദ ടങ്ങിലേക്കാണ്. ആൻഡ് ദ ഫംഗ്ഷൻ സ്റ്റൈലോയിഡ് പ്രോസസ്സ് എവിടെയാണ്? ബാക്കിലാണ്. സോ ബാക്ക്വേർഡ് മൂവ് ചെയ്യിപ്പിക്കുക. അതല്ലാണ്ട് ഇറ്റ് ക്യാൻ ഓൾസോ മൂവ് പുൾ അപ്പ് ദി ടങ് അപ്വേർഡ്സ് എന്നുള്ളതും കൂടി ഒരു ഫംഗ്ഷനാണ്. ഇനി ജീനിയോഗ്ലോസസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മസിലാണ്. ഒരു ബൾക്കി ആയിട്ടുള്ള മസിലാണ്. ഒറിജിൻ നമ്മൾ പറഞ്ഞു അപ്പർ ജീനിയൽ ട്യൂബർക്കിൾ നിന്നാണ്. അറ്റാച്ച് ചെയ്യുന്നത് സൈഡ് ഓഫ് ദ ടങ്ങിലേക്ക് അല്ല, ഇത്ര നേരം പറഞ്ഞ പോലെയല്ല. ജസ്റ്റ് അപ്പർ ഫൈബേഴ്സ് വന്ന് ടിപ്പിലേക്കും മിഡിൽ ഫൈബേഴ്സ് ഡോർസൽ സർഫസിൽ എൻറ്റയർ സർഫസിലും ലോവർ ഫൈബേഴ്സ് ഹയോയിഡ് ബോണിലേക്കുമാണ് അറ്റാച്ച് ചെയ്യുന്നത്. ജീനിയോഗ്ലോസസിൽ ജീനിയൽ ട്യൂബർക്കിൾ എവിടെയാണ്? ഫ്രണ്ടിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ എന്താണ്? ടങ്ങിനെ പ്രൊട്രൂഡ് ചെയ്യുക, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഫംഗ്ഷനായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ലൈഫ് സേവിങ് മസിൽ എന്നാണ് പറയുക. ലൈഫ് സേവിങ് മസിൽ എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പം ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് കൊളാപ്സായി അൺകോൺഷ്യസ് ആയിട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈമറി എയിം എന്താ? നമ്മൾ എയർവേ ഇപ്പോൾ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും, ആളുടെ ലൈഫ് സേവ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു ഫോറിൻ ബോഡി ഇല്ലെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ടങ് നമ്മുടെ എയർവേ ഒബ്സ്ട്രക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്താ ചെയ്യുക? മാനുവലി ടങ്ങിനെ പുറത്തേക്ക് വലിച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കുറച്ച് സൈഡിലേക്കാക്കി കിടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഡ് വൈസ് കിടത്തി കഴിഞ്ഞാൽ ടങ് കുറച്ച് സൈഡിലേക്ക് പോകും, എയർവേ ഒബ്സ്ട്രക്റ്റ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്താലേ നമുക്ക് പേഷ്യൻറ്റിനെ ആളെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ജീനിയോഗ്ലോസസ് മസിലിന് ഇത്രയും ഇമ്പോർട്ടൻസ്. ജീനിയോഗ്ലോസസ് അല്ലാണ്ട് തന്നെ നമ്മളെ ടങ്ങിനെ പ്രൊട്രൂഡ് ചെയ്ത് പിടിക്കുകയാണ്. അതുകൊണ്ടാണ് ലൈഫ് സേവിങ് മസിൽ എന്ന് പറയുന്നത്. ഇത്രയാണ് ഓവറോൾ മസ്കുലാർ പോർഷനും പാർട്സുമായിട്ടുള്ള ടങ്ങിൻ്റെ ഈ ഒരു സെഷൻ വരുന്നത്. താങ്ക് യു.